അവസാനം അതിൽ നാരങ്ങാനീര് ചേർത്ത് എല്ലാം നന്നായി ഇളക്കുക. ഇതൊരു പ്രത്യേക രുചി നൽകും. അതിനാൽ ഇന്ന് തന്നെ ഈ പാചകക്കുറിപ്പ് പരീക്ഷിച്ചു നോക്കാൻ മറക്കരുത്. വരൂ കൂട്ടുകാരെ, ഇന്ന് പുതിയ തരം അച്ചാർ കാണാൻ പോവാണ്. ഞാൻ എന്താ പാചകം ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഊഹിക്കാമോ? ഇനി സബ്സ്ക്രൈബർമാരെ വർദ്ധിപ്പിക്കാനുള്ള രഹസ്യം പറയൂ. നമ്മൾ സോയാ ചങ്ക്സ് അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നു. ഇത് ചിക്കൻ അച്ചാർ പോലെ രുചികരവും കഴിക്കാൻ മൃദുവുമായിരിക്കും. അതിനാൽ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. മിയാമിയിലെ ഒരു ഹോട്ടൽ ഷോയിലെ ഫുഡ് ട്രക്കിൽ വെച്ചാണ് ഞാൻ ഇത് ആദ്യം കഴിച്ചത്. ഇനി ആവശ്യമായ എല്ലാ ചേരുവകളും നോക്കാം. 80-100 ഗ്രാം സോയാ ചങ്ക്സ് പോക്കറ്റിൽ 1 സ്പൂൺ ഉലുവ, 1 സ്പൂൺ കടുക്, 2 സ്പൂൺ ഉപ്പ്, 1/2 സ്പൂൺ കായംപൊടി, 50 ഗ്രാം മുളക് പൊടി, 100 മില്ലി എള്ളെണ്ണ, 50 മില്ലി നാരങ്ങാനീര്. ഇനി പാചകം നോക്കാം. ആദ്യം സോയാ ചങ്ക്സ് തിളപ്പിച്ച് ശുദ്ധജലത്തിൽ വീണ്ടും വീണ്ടും കഴുകുക. തിളപ്പിക്കുമ്പോൾ ഉപ്പ് ചേർക്കേണ്ടതില്ല. ഇനി നമുക്ക് എല്ലാ ചേരുവകളും ചേർത്ത് കോപ്പ പാത്രത്തിൽ എണ്ണ ചെറുതായി തിളപ്പിക്കാം. എണ്ണയിൽ ബ്രൗൺ നിറമാവുന്നതുവരെ കുറച്ചു നേരം വറുക്കുക. പിന്നെ 50 ഗ്രാം മുളക് പൊടിയും 1/2 സ്പൂൺ അസഫോട്ടയുടെ പൊടിയും ചേർക്കുക. അവസാനം വേവിച്ച സോയ കഷ്ണങ്ങൾ ചേർക്കുക. ഇനി എല്ലാം കുറഞ്ഞ തീയിൽ നന്നായി ഇളകുന്നത് വരെ വഴറ്റുക. കുറച്ച് സമയത്തിന് ശേഷം മിശ്രിതം കട്ടിയുള്ളതും തവിട്ട് നിറവുമാകും. ആവശ്യമെങ്കിൽ കുറച്ചുകൂടി എണ്ണ ചേർക്കാം.